Good morning students, welcome to Malayalam class standard 8. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദമയന്തിയും അരയന്നവും എന്ന പാഠമാണ്. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിൽ എടുത്തിട്ടുള്ളതാണ് ദമയന്തിയും അരയന്നവും എന്ന പാഠം. ഉണ്ണായി വാര്യരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? അദ്ദേഹം നളചരിതം ആട്ടക്കഥയുടെ കർത്താവാണ്. അതുപോലെ ക്രിസ്തു വർഷം 1682 1759 ഇടയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം. അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്കടുത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ഗിരിജ കല്യാണം, നളചരിത ആട്ടക്കഥയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. അപ്പം കേരളത്തിന്റെ തനതായ ഒരു കലാരൂപമാണ് കഥകളി, അല്ലേ? അപ്പം കഥകളിക്ക് വേണ്ടി രചിക്കപ്പെട്ട സാഹിത്യ കൃതിയാണ് ഈ ആട്ടക്കഥ എന്ന് പറയുന്നത്. അപ്പം കഥകളിയില് എങ്ങനെയാണ്? നടന്മാർ ഒരിക്കലും വാചിക അഭിനയം ചെയ്യാറില്ല, അല്ലെ? സംസാരിക്കാറുണ്ടോ കഥകളിയില്? ഇല്ല. അതെ. പിന്നെ എങ്ങനെയാണ് നടന്മാര് പാട്ടിന്റെ ആശയം ഭാവ ആവിഷ്കരണപരമായും താളാത്മകപരമായും പിന്നെ അതുപോലെ അംഗചലനങ്ങളോട് കൂടിയാണ് അവതരിപ്പിക്കുന്നത്. ഓക്കെ. ഇനിയും കഥകളിയുടെ ആദ്യ രൂപം അരങ്ങത്ത് അവതരിപ്പിച്ചതും ആവിഷ്കരിച്ചതും ആരാണ്? കൊട്ടാരക്കര രാജാവാണ്. 17ാം നൂറ്റാണ്ടിലാണ് കഥകളിയുടെ ഉൽപ്പത്തി എന്ന് പറയപ്പെടുന്നു. അതുപോലെ കഥകളിയുടെ ആദ്യ പേര് രാമനാട്ടം എന്നാണ് കഥകളിയുടെ ആദ്യ പേര്. ഓക്കെ. ഇനി നമുക്ക് ദമയന്തിയും അരയന്നവും എന്ന കഥയൊന്ന് കേൾക്കാം. ആ കഥ കേട്ടതിന് ശേഷം നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ഓക്കെ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. വിദർഭ രാജ്യത്തിലെ രാജാവായ ഭീമന് വളരെ കാലം സന്താനങ്ങൾ ജനിച്ചില്ല. അങ്ങനെ പുത്രദുഃഖത്തിൽ പരവശനായി രാജാവ് കഴിയവേ ദമനൻ എന്ന മുനി അവിടെ എത്തി. മുനി രാജാവ് തൻ്റെ വേദനകൾ തുറന്നു പറഞ്ഞു. മുനി രാജാവിനെ അനുഗ്രഹിച്ചു. സന്താനഭാഗ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിന് ദമയന്തി എന്ന പെൺകുട്ടിയും അവൾക്ക് സഹോദരന്മാരായി ദമൻ, ദാന്തൻ, ദമനൻ എന്ന 3 പുത്രന്മാരും ജനിച്ചു. ഈ കാലഘട്ടത്തിൽ തന്നെ നിഷധ രാജ്യത്തിന്റെ രാജാവായ വീരസേനനും ഒരു കുട്ടി ജനിച്ചു. നളൻ എന്നാണ് അവന് പേര് നൽകിയത്. ചൂതുകളിയിൽ സമർത്ഥനും കാമദേവന് തുല്യം സുന്ദരനും സത്യശീലനുമായിരുന്നു നളൻ. ഇരുവരും വളർന്നു താരുണ്യത്തിലെത്തി. ഒരിക്കൽ സഞ്ചാരികളായ അരയന്നങ്ങൾ ദമയന്തിയുടെ അന്തഃപുരത്തിന് സമീപം എത്തി നളന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തി പറഞ്ഞു. സഞ്ചാരികളായ ജനങ്ങളിൽ നിന്നും ദമയന്തിയുടെ ഗുണഗണങ്ങൾ നളനും അറിഞ്ഞു. ഇരുവരും പരസ്പരം കാണാതെ തന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് മനസ്സിലുറപ്പിച്ചു. അക്കാലത്തൊരു ദിവസം നളൻ തൻ്റെ പൂന്തോട്ടത്തിൽ സഞ്ചരിക്കുമ്പോൾ താമരപ്പൂവിലിരുന്ന് ഉറങ്ങുന്ന ഒരു അരയന്നത്തെ കണ്ടു. ആ അരയന്നത്തോട് തൻ്റെ പ്രേയസിയായി ആരാധിക്കുന്ന ദമയന്തിക്ക് ഒരു സന്ദേശം പറഞ്ഞു വിട്ടാൽ എന്തെന്ന് ആലോചിച്ചു. അപ്രകാരം മനസ്സിലുറപ്പിച്ച ശേഷം നളൻ അരയന്നത്തെ പിടിച്ചു. ഭയന്ന അരയന്നം നളന്റെ ഇംഗിതം സാധിച്ചു കൊടുക്കാമെന്ന് വാക്കു നൽകി. നളൻ തൻ്റെ പ്രണയകഥ ഹംസത്തോട് വിശദീകരിച്ചു. അതനുസരിച്ച് ഹംസം ദമയന്തിയുടെ കൊട്ടാരം നിൽക്കുന്ന വിദർഭയിലെ കുണ്ടിനപുരത്തിലേക്ക് പറന്നു. ദമയന്തിയും ഹംസവും തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതാണ് നമ്മളിന്ന് പഠിക്കുന്ന പാഠഭാഗം. ഓക്കെ. ദമയന്തിയും അരയന്നവും. ദമയന്തി: സഹിമാരെ നമുക്ക് ജനകപാർശ്വേ ചെന്നാലല്ലി കൗതുകം. അപ്പം സഹിമാരെ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ അല്ലെ തോഴിമാരെ. ജനകൻ എന്ന് പറഞ്ഞാൽ ആരാ? അച്ഛൻ അല്ലെ, ഭീമരാജാവ്. ദമയന്തിയുടെ അച്ഛനാരാ? ഭീമനല്ലേ? ഭീമരാജാവിൻ്റെ പാർശ്വേ എന്ന് പറഞ്ഞാൽ അടുത്ത്, ചെന്നാലല്ലി ചെല്ലുകയാണെങ്കിൽ കൗതുകം. കൗതുകം എന്ന് പറഞ്ഞാൽ സന്തോഷം.
അല്ലയോ സഖിമാരെ, നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോകുന്നതാണ് ഇപ്പോൾ ഏറെ സന്തോഷമായിട്ടുള്ളത്. അടുത്ത വായിക്കോ. സകല ഭൂതല ഗത കഥകൾ ചിലർ പറയും, സമയം കഴിച്ചതിന് സതുപായമില്ലിതു നല്ലു സഹിമാരെ. സകലം എന്ന് പറഞ്ഞാൽ എന്നാ? സകലം എന്ന് പറഞ്ഞാൽ എല്ലാം. ഭൂതലം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ. ഗതം എന്ന് പറഞ്ഞാൽ ഗതം പോയ. അപ്പം ഭൂതല ഗതം എന്ന് പറഞ്ഞാൽ എന്നാ? ഭൂമിയിലുള്ള എന്നാണ് അർത്ഥം കേട്ടോ. അടുത്ത കഥകൾ ചിലർ പറയും. പിന്നെന്താണ്? സമയം കഴിച്ചതിന് സതുപായമില്ലിത് നല്ലു. സതുപായം എന്ന് പറഞ്ഞാൽ നല്ല മാർഗം. അപ്പം ഇവിടെ എന്താണ് പറയുന്നത്? അച്ഛൻ്റെ അടുത്ത് ചെന്നാൽ അവിടെ വന്നെത്തിയിട്ടുള്ള ആളുകൾ ഭൂമിയിലെ ചില വർത്തമാനങ്ങളൊക്കെ പറയും. അത് കേൾക്കുന്നത് നേരം കളയാൻ നല്ലതാണ് എന്നാണ് ദമയന്തി പറയുന്നത്. അപ്പം അതായത് പിതാവിൻ്റെ സമീപം സഭയിലേക്ക് പോകണമെന്നാണ് ഈ ദമയന്തി പറയുന്നത്. അവിടെ ചെന്നാൽ നളൻ്റെയൊക്കെ കഥ ചിലപ്പോൾ പറയും. അത് കേൾക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് ദമയന്തി ഇങ്ങനെ പറയുന്നത്. അടുത്ത് സഹിമാർ പറയാണ്. പോക പൂങ്കാവിലെന്ന് പുതുമധുവചനെ വലിയ നിർബന്ധം തവ വാഴുന്നേരം ഭവനെ പോവാൻ തന്നെയോ വന്നു പൂർണേന്ദുവദനെ കാമിനി മൗലേ ചൊൽക കാതര നയനെ. അവിടെ നമ്മുടെ ദമയന്തിയെ വർണ്ണിച്ചിരിക്കുന്ന നോക്കിയേ. പുതുമധുവചനെ, അതുപോലെ എന്താണ്? പൂർണേന്ദുവദനെ, കാതര നയനെ, കാമിനി മൗലേ എന്നൊക്കെയാണ് ദമയന്തി അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? പോകാന്ന് പറഞ്ഞാൽ പോകാം. എവിടേക്കാണ്? പൂങ്കാവിൽ. പൂങ്കാവെന്ന് പറഞ്ഞാൽ പൂന്തോട്ടത്തിൽ. പുതു എന്ന് പറഞ്ഞാൽ പുതിയ, മധു എന്ന് പറഞ്ഞാൽ എന്താ? തേൻ. അപ്പോൾ പുതു മധുവചനെ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ തേൻ പോലെ സുന്ദരമായി സംസാരിക്കുന്നവളെ എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. ഓക്കെ. വലിയ നിർബന്ധം എന്ന് പറഞ്ഞാൽ ശാഠ്യം. തവ എന്ന് പറഞ്ഞാൽ നിനക്ക്. വാഴുന്നേരം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സമയത്ത്. എന്താണ്? ഭവനെ എന്ന് പറഞ്ഞാൽ ഭവനത്തിൽ. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? അച്ഛൻ്റെ അടുത്തേക്ക് പോകണമെന്ന് ദമയന്തി ശാഠ്യം പിടിച്ചപ്പോൾ അവളുടെ തോഴിമാർ പറഞ്ഞത് എന്താണ്? ഇങ്ങനെയാണ് പറഞ്ഞല്ലേ. പുതു തേൻ പോലെ ഹൃദ്യമായി സംസാരിക്കുന്ന ദമയന്തി, പൂന്തോട്ടത്തിൽ പോകണമെന്നുള്ള നിർബന്ധം നിനക്കായിരുന്നല്ലോ അല്ലേ? അപ്പം പൂന്തോട്ടത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പം വീട്ടിൽ സുഖമായിരുന്ന സമയത്ത് പൂന്തോട്ടത്തിൽ പോകണമെന്ന നിർബന്ധം നിനക്കുണ്ടായിരുന്നല്ലോ. ഇപ്പം എന്താണ് അച്ഛൻ്റെ അടുത്തേക്ക് പോകണമെന്ന് തോന്നുന്നത് അല്ലേ? അതാണ് ചോദിക്കുന്നത്. അടുത്ത നോക്കിയേ. പോവാൻ തന്നെയോ എന്നറിയാനാ? പോകുന്നതിന് വേണ്ടി വന്നു. പൂർണേന്ദു വദനെ. പൂർണേന്ദു എന്ന് പറയാനാ? പൂർണ്ണചന്ദ്രൻ. ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, വദനം എന്ന് പറഞ്ഞാൽ മുഖം. പൂർണേന്ദു വദനെ. പിന്നെ കാമിനി മൗലേ. കാമിനി എന്ന് പറഞ്ഞാൽ സുന്ദരി. മൗലേ ചൊൽക കാതര നയനെ. അപ്പം കാമിനി മൗലി എന്ന് പറഞ്ഞാൽ സുന്ദരികൾക്ക് കിരീടമായിട്ടുള്ളവൾ. മൗലി എന്ന് പറഞ്ഞാൽ കിരീടം. അപ്പം സുന്ദരികൾക്ക് കിരീടമായിട്ടുള്ളവളെ, അതായത് സുന്ദരി എന്നാണ് കേട്ടോ. കാതര നയനെ എന്ന് പറഞ്ഞാൽ കാതരമായ നയനത്തോട് കൂടിയവൾ, സുന്ദരി എന്നാണ് അവിടെ പറയുന്നത്. സുഖമായി നമുക്കിവിടെ നൂനം തോഴി ഭൈമി കാൺക നീ. അപ്പം ഭൈമി എന്ന് പറഞ്ഞാൽ ദമയന്തി. അപ്പം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ? സുന്ദരി, അങ്ങനെ പോകാനാണോ നമ്മൾ ഇവിടേക്ക് വന്നത് അല്ലേ? സുന്ദരികൾക്ക് സുന്ദരിയായിട്ടുള്ളവളെ പറയുക. നമുക്ക് ഈ പൂന്തോട്ടം സുഖം തരുന്നുവെന്നത് സത്യം തന്നെ അല്ലയോ ഭൈമി, നീ ആ കാഴ്ച കണ്ടാലും എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പം തോഴിമാര് ദമയന്തിയെ വിളിച്ച് ആ കാഴ്ച കാണിച്ചു. എന്താണ്? നളൻ പറഞ്ഞു വിട്ടതനുസരിച്ച് അരയന്നം ആകാശമാർഗത്തിലൂടെ പറന്ന്
പൂന്തോട്ടത്തിലേക്ക് വരികയാണ്. ആ കാഴ്ചയാണ് ദമയന്തി കാണുന്നത്.